ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് റാസൽ കൈമയിലാണ്. 4 ഡെക്കേഡ്സായിട്ട് ആരും താമസമില്ലാത്തൊരു പാലസ് കാണാൻ വന്നതാണ്. റാസൽ കൈമയിലെ ആ വലിയ വീട് കാണാൻ വന്നതാണ്. അപ്പോൾ പാലസിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. ഇതാണ് നമ്മുടെ പാലസ്. 1985 ഈ പാലസ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞ് ഇത് ശരിക്കും ഒരു റോയൽ ഫാമിലിയുടെ കീഴിലുള്ളതാണ്. ഒരു നൈറ്റ് ഏതാണ്ട് ഇവർ സ്റ്റേ ചെയ്തുള്ളൂ. അതിന് പിന്നിൽ ഒരുപാട് പല സ്റ്റോറീസ് ഉണ്ട്. എന്താണെന്ന് ശരിക്കും നമുക്കറിയില്ല. എനിവേ, പാലസിൻ്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. എന്തായാലും ഇത്രയും വർഷമാണെങ്കിൽ പോലും ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മുടെ കൂടെ ഒരാളെയും കൂടെ വിട്ടിട്ടുണ്ട്. ദൈവം, പാലസിനകത്തുള്ള ഓരോ കാഴ്ചകളാണ്. ഇതുണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പഴയ എന്തൊത്തിൻ്റെയോ കൊമ്പൊക്കെയാണ് ഇരിക്കുന്നത്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയൊരു ഹാർലി ഡേവിഡ്സൺ ആണോ? അല്ല, ഹോണ്ടയ. ഏതാണ്ട് ഒരു ഹോണ്ട ഇരിക്കുന്നു. പണ്ട് റോയൽ ഫാമിലി യൂസ് ചെയ്താന്ന് തോന്നുന്നു. ഇത് കൊള്ളാലോ. സ്റ്റഫ് ചെയ്താണോ അതോ ഇത് ആർട്ടിഫിഷ്യലാണോ? ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നു കേട്ടോ. യന്ത്രജം. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഓ, അടിപൊളി. ഉപയോഗിച്ച് വരുന്നിരുന്ന സാധനങ്ങളൊക്കെയാണ്. सब ओरिजिनल है, पहले का ही है. इसका धानमंडल ओरिजिनल फ्रॉम इटाली, ग्लास डिजाइन फ्रॉम मोरक्को, इसका डोर फ्रॉम इंडिया. ओ, ऑल बिल्डिंग 35 റൂം. 35. അപ്പോൾ ഇതിനകത്ത് 35 റൂംസാണ് ഉള്ളത്. ഈ കാണുന്ന ഫർണിച്ചറെല്ലാം പണ്ട് യൂസ് ചെയ്തതായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടനുണ്ട്. പിന്നെ ഇതെല്ലാം പണ്ട് യൂസ് ചെയ്തിരുന്ന അതേപടി തന്നെ ഒരു നിലനിർത്തേക്കാണ്. ഇത് കിങ് ഇവിടെ ഒരു ദിവസം കണ്ട് താമസിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അവർ എല്ലാവരും ഇരിക്കുന്ന ഒരു പ്ലേസ് ആണെന്നാണ് പറഞ്ഞത്. മേളിലേക്ക് ലൈറ്റും ഒക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാ स्किन ओरिजिनल फ्रॉम अफ्रीका. ये ओरिजिनल है? ओरिजिनल.
ये क्या है? इसका डोर है। साउंड आएगा? ഈ ഒരു സ്കിന്ന് ഇത് ഒറിജിനലാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം വുഡാണ്. കാവ പൊടിക്കുന്ന സംഭവം തടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ കണ്ടോ. ഫുള്ള് ഒറ്റ പീസ് തടിയാന്ന് തോന്നുന്നു. റൂഫൊക്കെ കണ്ടോ അടിപൊളിയാണ്. ഉധർ ജാവും ഉധർ സെ ആ ഇതാണ് ഡൈനിങ് ഏരിയ ആണിത്. അടിപൊളി റോയൽ ഡൈനിങ് റൂം. മേളിലെ ലൈറ്റൊക്കെ ഉണ്ട്. എന്തോ സ്റ്റൈലാന്ന് നോക്കിയേ. ആ ഓക്കെ ഓക്കെ. അതായത് നമ്മൾ ആ ഓക്കെ. इधर लिफ्ट है? लिफ्ट खराब है। हाँ ओके. इसके कैमरे ये किसने यूज़ किया? इसका पुराना है? कैमरा അതുകൊണ്ട് പഴയ അടിപൊളി ഒരു ക്യാമറ ആയിരിക്കുന്നു. അയ്യോ സൂപ്പർ. बचा सकते मुश्किल है। हाँ ओके. मुझे बचाना आता नहीं है. इसका शेखर फैमिली बेडरूम है। ये बेडरूम है? एक बेडरूम फैमिली बेडरूम है। जैसे बेड है ऊपर बेड ऊपर है. हाँ ओके. इंडिया का मालाला मूवी है ना, हाँ इधर से शूटिंग। हाँ कौन सा मूवी है? मलयालम मूवी? आशा का मालाला आशा का मूवी. हाँ ओके ओके. ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു പ്ലേസാണ്. ഇതൊക്കെ എന്താ ഒറിജിനലാണ്? എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടറീസൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ സിഗരറ്റ് വലിക്കുന്ന സാധനം, സിഗരറ്റെല്ലാം എന്താണ് സാധനം, നൈഫ്, സ്പൂണ്, ഫോർക്ക് എല്ലാം ഉണ്ട്. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. അടിപൊളി ഒരു പിക്ചർ. इसका शेखर फैमिली बेडरूम। കഫേ फैमिली बेडरूम। ഫാമിലി ബെഡ്റൂം. മേളൊക്കെ കാണാൻ എന്തോ രസമാണ്. നോക്കി ലൈറ്റൊക്കെ അടിപൊളി. हाँ ओके. ये वॉशरूम है? इसका वॉशरूम कौन सा? इसका वॉशरूम. हाँ ये ग्लास है. मैं सोचा उधर भी रूम है. ബാത്റൂം എനിവേ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കിനി
ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ആ इसका बालकनी है. റൈറ്റ് ഇരിക്കുന്നുണ്ട്, പഴയ ഭരണിയൊക്കെ ഇരിക്കുന്നു. ഈ ബാൽക്കണി ये balcony. വളരെ വിശാലമായ ഒരു ബാൽക്കണി.